Good morning, all. Good morning, guys. Good morning, Good ma'am. morning, ma'am. Good morning, miss. Good morning. Good morning, ma'am. Okay, good morning, all. പേര് പറഞ്ഞോ കേട്ടോ. ഞാൻ പറയട്ടെ മിസ്. പറഞ്ഞോളൂ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. അശരണരാഗം ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ. അഭയം നൽകണേ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. Signing at thought of the day. Means thought of the day number है. Hello. सारी मिलते हैं. Good morning, everyone. I would like to expand a warm welcome to all our respected teachers and all my dear friends. This is a wonderful opportunity to learn and grow together. Let's make this day a great one. Okay. നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് സെമിനാർ തന്നിട്ടുണ്ടായിരുന്നോ? തന്നിട്ടുണ്ടായിരുന്നു മിസ്. ഓക്കെ. ഇതൊക്കെയായിരുന്നു ടോപ്പിക്. CPR ആൻഡ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. പ്രിപ്പയർഡ് ആണോ എല്ലാവരും? അതെ അതെ. ഓക്കെ. നമുക്ക് ആദ്യം ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എടുക്കാം. ഓക്കെ. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആരൊക്കെയാണ് പ്രിപ്പയർഡ്? സഹിലത്ത്. ഷഹിലത്ത്, നികിത, മുംതാസ്. ഉണ്ടോ? ഇല്ല. ഓക്കെ. ഷഹിലത്ത് പ്രസന്റ് ചെയ്തോടാം. ഓക്കെ മാം. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ കൃത്രിമ ശ്വാസം, ശ്വസനം. Artificial respiration, also known as artificial ventilation, is a life-saving technique used to manually or mechanically move air into and out of the lungs to a person. എന്നാൽ ഒരാളുടെ സ്വാഭാവിക ശ്വസനം നിലയ്ക്കുകയോ അപര്യാപ്തമാവുകയോ ചെയ്യുമ്പോൾ ശ്വാസകോശത്തിലേക്ക് വായു എത്തിക്കുന്നതിനും പുറന്തള്ളുന്നതിനും യന്ത്രസഹായത്തിലോ ചെയ്യുന്ന ഒരു ജീവൻ രക്ഷാ രീതിയാണ് കൃത്രിമ ശ്വസനം. Natural breathing has stopped or is inadequate. It is essentially in emergencies such as rolling electric shock, shocking, or during medical procedures under general anesthesia. വെള്ളത്തിൽ വീഴുക, ഷോക്ക് വെക്കുക, ശ്വാസം മുട്ടുക തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യ നൽകിയുള്ള ശസ്ത്രക്രിയ വേളകളിലോ ഇത്
ഇത് ആവശ്യമാണ്. പല പല മെത്തേഡിലുള്ള ശരത്തെ ഇടയ്ക്ക് കേൾക്കാൻ പറ്റില്ലാടാ, ഒന്നും കേൾക്കണില്ല. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നത്? ഇപ്പൊ കേൾക്കാം. ഭയങ്കര അതുപോലെ ഡിസ്റ്റർബൻസ്. പറയണോ? അത് ഞാൻ കേട്ടോ ആദ്യം മുതല്. ആദ്യം മുതൽ പറയാം. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, എന്നാ ആദ്യം മുതൽ പറയട്ടെ. പറഞ്ഞോളൂ, സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ കൃത്രിമ ശ്വസനം. Artificial respiration, also known as artificial ventilation, is a life-saving technique used to manually or machineally move air into and out of the lungs when a person. ഒരാളുടെ സ്വാഭാവിക ശ്വസനം നിലയ്ക്കുകയോ അപര്യാപ്തമാവുകയോ ചെയ്യുമ്പോൾ ശ്വാസകോശത്തിലേക്ക് വായു എത്തിക്കുന്നതിനും പുറന്തള്ളുന്നതിനും യന്ത്രസഹായത്തിലോ ചെയ്യുന്ന ഒരു ജീവൻ രക്ഷാ രീതിയാണ് കൃത്രിമ ശ്വസനം. Natural breathing has stopped or is inadequate. It is essential if emergencies such as drawing, electric shock, choking, or during medical procedures under general anesthesia. വെള്ളത്തിൽ വീഴുക, ഷോക്ക് ഏൽക്കുക, ശ്വാസം മുട്ടുക തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ ജനറൽ അനസ്തേഷ്യ നൽകിയിട്ടുള്ള ശസ്ത്രക്രിയ വേളകളിലോ ഇത് ആവശ്യമാണ്. ഇതില് കോമൺ മെത്തേഡ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, അതിൽ ഒന്നാമത്തത് മൗത്ത് ടു മൗത്ത്, കൺസിഡേർഡ് ദ മോസ്റ്റ് എഫക്റ്റീവ് മാനുവൽ മെത്തേഡ്. ദ rescuer tilts the victim's head back, pinches the nose and blows air directly into the mouth until the chest rises. വായുവിലൂടെ വായു ഊതി നൽകുന്ന കൃത്രിമ ശ്വസന രീതിയാണിത്. ഏറ്റവും ഫലപ്രദമായ കൈകൊണ്ടുള്ള കൃത്രിമ ശ്വസന രീതിയായി ഇതിനെ കാണിക്കുന്നു. ഇതിൽ രക്ഷാപ്രവർത്തകൻ രോഗിയുടെ തല പുറകോട്ട് തിരിക്കുകയും മൂക്ക് വിരലുകൾ കൊണ്ട് അടച്ചു പിടിക്കുകയും ചെയ്ത ശേഷം നെഞ്ച് ഉയരുന്നത് വരെ വായു നേരിട്ട് വായിലൂടെ നൽകുകയും ചെയ്യുന്നു. അതാണ് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ. ഇനി സിൽവസ്റ്റേഴ്സ് മെത്തേഡ്, എ മാനുവലി ടെക്നിക് വെയർ ദി വിക്ടിംസ് ലൈ on their back. The rescuer pulls the arms above the head for inhalation and presses them against the chest for exhalation. സിൽവസ്റ്റർ രീതി എന്ന് പറഞ്ഞാൽ കൈകൾ ഉപയോഗിച്ച് നൽകുന്ന രീതിയാണ്. ഇതിൽ രോഗിയെ മലർത്തി കിടത്തിയ ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനായി രക്ഷാപ്രവർത്തകൻ രോഗിയുടെ കൈകൾ തലയ്ക്ക് മുകളിലേക്ക് വലിക്കുകയും ശ്വാസം പുറത്തു വിടുന്നതിനായി കൈകൾ നെഞ്ചോട് ചേർത്ത് അമർത്തുകയും ചെയ്യുന്നു. ഇതാണ് സിൽവസ്റ്റേഴ്സ് മെത്തേഡ്. പിന്നെ ഇനി ഷഫേഴ്സ് മെത്തേഡ്. ദ വിക്ടിം ഈസ് പ്ലേസ്ഡ് ഇൻ എ ഫേസ് ഡൗൺ പൊസിഷൻ ആൻഡ് റിതമിക് പ്രഷർ ഈസ് അപ്ലൈഡ് ടു ദ ലോവർ ബാക്ക് ടു ഫോഴ്സ് എയർ ഔട്ട്. ദിസ് ഈസ് practically useful for draining water in drawing cases. ഷഫേഴ്സ് രീതി എന്ന് പറഞ്ഞാല് ഇതിൽ രോഗിയെ കമഴ്ത്തി കിടത്തിയ ശേഷം ശ്വാസകോശത്തിലെ വായു പുറത്തേക്ക് തള്ളുന്നതിനായി പുറകിലെ താഴത്തെ ഭാഗത്ത് താളാത്മകമായി മർദ്ദം പ്രയോഗിക്കുന്നു. വെള്ളത്തിൽ മുങ്ങിയ കേസുകളിൽ ഉള്ളിലെ വെള്ളം കളയുന്നതിന് ഈ രീതി പ്രത്യേകിച്ച് ഉപകരിക്കുന്നു. ഇത് ഒരു രീതിയും കൂടി ഉള്ളത് മെക്കാനിക്കൽ വെന്റിലേഷനാണ്. ക്ലോസ്ഡ് in hospitals, these mechanical ventilators deliver controlled oxygen to the lungs through a face mask or a tube inserted into the intubation. ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന ഈ വെന്റിലേറ്ററുകൾ ഫേസ് മാസ്ക് വഴിയോ അല്ലെങ്കിൽ ശ്വസന നാളിയിലേക്ക് കടത്തിവിട്ട ഒരു ട്യൂബ് വഴിയോ നിയന്ത്രിതമായ അളവിൽ ഓക്സിജൻ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നു.
ഈ 4 രീതിയാണ് മാം ഞാൻ എനിക്ക് മനസ്സിലായ രീതികൾ ഈ 4ആണ് ഞാൻ എഴുതിയേക്കുന്നത്. ഇതാണ് മാം ഞാൻ എഴുതിയ സെമിനാർ. ഷാഹലത്ത് കംപ്ലീറ്റ് ആയടാ? ഇത്രയും ഞാൻ എഴുതിയിട്ടുള്ളൂ മാം. ഓക്കെ, 4 പ്രസന്റ് ചെയ്തോട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നികിത. ഓക്കെ. Artificial respiration, അതായത് കൃത്രിമ ശ്വസനം. Definition: It is the method of inducing breathing in a person who has stopped breathing or in struggling to breathe. It helps to maintain the oxygen supply to the brain and heart. ഒരാളുടെ സ്വാഭാവിക ശ്വസനം നിലയ്ക്കുകയോ തടസ്സപ്പെടുകയോ ചെയ്യുമ്പോൾ ഓക്സിജൻ ശരീരത്തിലേക്ക് നൽകാൻ സഹായമാകുന്നതാണിത്. തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും ഓക്സിജൻ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് ഇതിലൂടെ സഹായിക്കുന്നു. Define: artificial respiration is a breath of life giving to someone in the emergency. ശ്വസനം നിലച്ച ഒരാൾക്ക് നൽകുന്ന ജീവവായുവാണിത്. ബോധരഹിതനായ ഒരാളുടെ ജീവൻ നിലനിർത്താനുള്ള ആദ്യത്തെ പടിയാണിത്. ബയോളജിക്കൽ ഫാക്ട്: human brain cells starting dying within 4 to 6 minutes without oxygen. ഓക്സിജൻ ലഭിച്ചില്ലെങ്കിൽ 4 മുതൽ 6 മിനിറ്റിനുള്ളിൽ തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു തുടങ്ങും. ഇത് തടയാനാണ് കൃത്രിമശ്വാസം നൽകുന്നത്. മെയിൻ ഒബ്ജക്റ്റ്, പ്രധാന ലക്ഷ്യങ്ങൾ: ടു മെയിൻറ്റെയിൻ എയർ സപ്ലൈ ടു ദി ലങ്സ്, ശ്വാസകോശത്തിലേക്ക് വായു എത്തിക്കുക. ടു പ്രിവെന്റ് ബ്രെയിൻ ഡാമേജ് ഡ്യൂ ടു ദി ലാക്ക് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ കുറവ് മൂലം തലച്ചോറിന് സംഭവിക്കാവുന്ന തകരാറുകൾ ഒഴിവാക്കുക. പിന്നെ ടു റീസ്റ്റാർട്ട് നാച്ചുറൽ ബ്രീത്തിങ്, സ്വാഭാവിക ശ്വസനം വീണ്ടെടുക്കാൻ സഹായിക്കുക. കോമൺ സിറ്റുവേഷൻ: എപ്പോഴൊക്കെയാണ് ഇത് നൽകേണ്ടത്? ഡ്രോണിങ്, ഇലക്ട്രിക്കൽ ഷോക്ക്, ചോക്കിംഗ്, പോയിസണസ് ഗ്യാസ് ഇൻഹലേഷൻ, ഹാർട്ട് അറ്റാക്ക്. അതായത് വെള്ളത്തിൽ മുങ്ങിയ ഒരാൾക്ക് അല്ലെങ്കിൽ വൈദ്യുതാഘാതം ഏൽക്കുന്ന ആൾക്ക്, ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം ഉണ്ടാകുന്ന ആൾക്ക്, പിന്നെ വിഷവാതകം ശ്വസിക്കുന്ന ഒരാൾക്ക്, പിന്നെ ഹൃദയാഘാതം ഉണ്ടാകുന്ന, ഇത്രയും ഇതിലാണ് നൽകുന്നത്. മെത്തേഡ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ: 2 types ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഉണ്ട്. മാനുവൽ മെത്തേഡ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനും മെക്കാനിക്കൽ മെത്തേഡ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. മാനുവൽ മെത്തേഡ് ഓഫ് റെസ്പിറേഷനിൽ വരുന്നതാണ് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ, മുഖത്തോട് മുഖം ചേർത്തുള്ള രീതി. ദിസ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് കോമൺ മാനുവൽ മെത്തേഡ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ഇത് ഏറ്റവും പ്രധാനമായ ഒരു രീതിയാണ് ഇത്, മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്: ചെക്ക് റെസ്പോൺസ്, എൻഷുർ ദ പേഷ്യന്റ് ഈസ് അൺകോൺഷ്യസ് ബിഫോർ സ്റ്റാർട്ടിങ്, രോഗിക്ക് ബോധമുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കുക. കോൾ ഫോർ ഹെൽപ്പ്, ഓൾവേസ് കോൾ ഫോർ ആംബുലൻസ് ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ ആംബുലൻസിന് സഹായം തേടുക. പിന്നെ സ്പീഡ് ഇതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സ്റ്റാർട്ട് ടു ക്വിക്ക് ആൻഡ് പോസിബിൾ എവരി സെക്കൻഡ് കൗണ്ട്സ്, താമസമില്ലാതെ തുടങ്ങുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ക്ലീൻ ടു മൗത്ത്, റിമൂവ് എനി ഫുഡ്, വാട്ടർ ഓർ സോയിൽ ഫ്രം ദി മൗത്ത്, വായനുള്ളിൽ എന്തെങ്കിലും തടസ്സവും മറ്റുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യുക. പിന്നെ ചെക്ക് ദ പൾസ് ചെക്ക് ചെയ്യണം. പിന്നെ അതിന്റെ പ്രൊസീജിയറിന്റെ ചെയ്യേണ്ട രീതികൾ: അസസ്മെന്റ്, ചെക്ക് ദ പേഴ്സൺ ജെന്റിലി ആൻഡ് ആസ്ക് ആർ യു ഓക്കെ, രോഗിയെ തട്ടി വിളിച്ച് ബോധമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പൊസിഷൻ നോക്കണം. പ്ലേസ് ദം ഓൺ എ ഫേം ഫ്ലാറ്റ് സർഫേസ്, കട്ടിയുള്ള നിരപ്പായ സ്ഥലത്ത് കിടത്തുക. ലേ ദ പേഴ്സൺ ഓൺ ദെയർ ബാക്ക്, രോഗിയെ മലർത്തി കിടത്തുക. ടിൽറ്റ് ദ
head back and lift the chin to open the airway. വായുസഞ്ചാരം സുഗമമാക്കാൻ തല അല്പം പിന്നിലേക്ക് തിരിക്കുകയും താടി ഉയർത്തുകയും ചെയ്യുക. പിന്നെ pinch the nose, take a deep breath and blow in their mouth until the chest rise. വിക്ടിമിന്റെ മൂക്ക് വിരലുകൾ കൊണ്ട് അടച്ചു പിടിച്ച് ഒരു ഡീപ് ബ്രീത്ത് എടുത്തിട്ട് നിങ്ങളുടെ വായ രോഗിയുടെ വായയോട് ചേർത്ത് വെച്ച് വായു ഊതിക്കയറ്റുക. ചെക്ക് ഇഫ് ദ പേഴ്സൺ ബ്രീത്ത് ബൈ ലുക്കിംഗ് അറ്റ് ചെസ്റ്റ് മൂവ്മെന്റ്. നെഞ്ചിൽ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെസ്റ്റിന്റെ മൂവ്മെന്റ് ശ്രദ്ധിക്കുക. ഇതാണ് മൗത്ത് ടു മൗത്ത് മെത്തേഡ്. പിന്നെ വേറെ ഒരു മെത്തേഡ് മൗത്ത് ടു നോസ് മെത്തേഡ്. യൂസ് ഇഫ് ദ മൗത്ത് ഈസ് ഇഞ്ചേർഡ് ഓർ കനോട്ട് ബി ഓപ്പൺ. വായ തുറക്കാൻ കഴിയാത്ത വരുന്ന സാഹചര്യത്തിലോ വായ്ക്ക് എന്തെങ്കിലും പരിക്കേൽക്കുകയോ ചെയ്യുമ്പോൾ മൂക്കിലൂടെ നമ്മ വായു ഊതി കയറ്റുന്ന രീതിയാണ് മൗത്ത് ടു നോസ് മെത്തേഡ്. അതുകൂടാതെ CPR ഇതിന്റെ കൂടെ കൊടുക്കും. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ടു ചെസ്റ്റ് കംപ്രഷൻ ആൻഡ് റെസ്ക്യൂ ബ്രീത്ത്. നെഞ്ചിൽ അമർത്തുകയും ശ്വാസം നൽകുകയും ചേർന്നുള്ള രീതിയാണത്. അത് റേഷ്യോ 30 ചെസ്റ്റ് കംപ്രഷൻ ഫോളോ ബൈ 2 ബ്രീത്തും കൂടി കൊടുക്കണം. 30 തവണ നെഞ്ചിൽ അമർത്തുകയും പിന്നെ തുടർന്ന് 2 തവണ കൃത്രിമ ശ്വാസം നൽകുകയും ചെയ്യുന്നതാണ് അത്. അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഒരു മെത്തേഡ് മെക്കാനിക്കൽ മെത്തേഡ് രീതി ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് യൂസിങ് മെഷീൻ ലൈക്ക് വെന്റിലേറ്റർ ഓർ ആംബുബാഗ് ഈസ് ഹോസ്പിറ്റൽ. ആശുപത്രികളിലെ വെന്റിലേറ്ററിലോ ആംബുബാഗുകളോ ഉപയോഗിച്ച് നൽകുന്ന രീതിയാണ് അത്. കൺക്ലൂഷൻ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഈസ് എ ലൈഫ് സേവിംഗ് സ്കിൽ. Knowing how to perform it correctly can save the person life during the emergency until medical help arrives. കൃത്രിമ ശ്വസനം ഒരാളുടെ ജീവൻ രക്ഷിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ്. കൃത്യമായ സമയത്ത് ഇത് നൽകുന്നത് വഴി ഡോക്ടറുടെ സഹായം ലഭിക്കുന്നത് വരെ ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് വരുന്നതെങ്കിൽ അത് ഞാൻ എഴുതാൻ മറന്നുപോയി. അവർക്ക് നമ്മളുടെ ഫുൾ ശ്വാസം കൂടുതലായിട്ട് ഊതിക്കൊടുക്കരുത്. മൗത്തിൽ പിടിച്ചിട്ട് അത് സ്ലോ ആയിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ഇത്രയുള്ളൂ. താങ്ക് യു. താങ്ക് യു. ഞാന് അഡൽട്ടിന്റെ ഇവർ എഴുതിയ സെയിം എഴുതിയത് ന്യൂ ബോൺസിന്റെ കുറച്ചുകൂടി എഴുതിയിട്ടുണ്ട്. ഏകദേശം അഡൽട്സിന്റെ മനസ്സിലായില്ല എല്ലാവർക്കും. അഡൽട്സിന് എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കണേ നല്ല രീതിയിൽ രണ്ടുപേരും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ന്യൂ ബോൺസിന്റെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തോ. Okay. Artificial respiration for newborns is the process of bringing newborn babies back to life by artificial providing them with breathing in emergency situation where breathing has stopped or interrupted. നവജാത ശിശുക്കളിൽ ശ്വാസം തടയുകയോ നിലയ്ക്കുകയോ ചെയ്യുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ കൃത്രിമമായി ശ്വാസം നൽകി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ന്യൂബോൺസ്. ജനിച്ച ഉടനെ ശ്വസിക്കാൻ പ്രയാസപ്പെടുന്നതോ ശ്വാസം നിലച്ചതുമായ കുഞ്ഞുങ്ങൾക്ക് കൃത്രിമമായി വായുവോ ഓക്സിജനോ നൽകുന്ന പ്രക്രിയയാണ്. ഹൃദയമിടിപ്പ് സാധാരണ നിലയാകുന്ന അടിയന്തര വൈദ്യസഹായമാണ്. This is the emergency medical treatment and restore breathing and heart rate to normal by artificially administering air or oxygen to babies. ഇനി ഇത് എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതെന്ന്. നിങ്ങളുടെ വാ കൊണ്ട് കുഞ്ഞിന്റെ മൂക്കും വായും ഒരേ സമയം മൂടി വളരെ ചെറിയ അളവിൽ എന്നാൽ ആഴത്തിൽ ശ്വാസം നൽകുക. കുഞ്ഞിന്റെ നെഞ്ച് ഉയരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം.
മിനിമം ഒരു 30-50 തവണയെങ്കിലും മിടിക്കുന്നുണ്ടോ നോക്കുക. ശ്വാസം നൽകിയിട്ടും കുഞ്ഞിന് പ്രതികരിക്കുന്നില്ലെങ്കിൽ നെഞ്ച് അമർത്തി കൊടുക്കുക. പിന്നെ കുട്ടിയെ തോളിലിട്ട് തട്ടുക, കാലിന്റെ അടിയിൽ തട്ടിക്കൊടുക്കുക. പിന്നെ അങ്ങനെ കാലിങ്ങനെ പൊക്കിയിട്ട് തല ഇങ്ങനെ താഴ്ത്തി ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് പിന്നെ ഉള്ളത്. Cover the baby's nose and mouth with your air at the same time and give very slow, small but deep breath. Check to the baby's chest rise. If you need to give breaths at the rate of 30 to 60 times per minute, ഒരു മിനിറ്റില് 60-80 തവണ മിടിക്കുന്നുണ്ടോ നോക്കുക. Just check the heart rate if the baby is not respirating after giving breath. ശ്വാസം കൊടുത്തതിന് ശേഷം ബ്രീത്ത് ഉണ്ടോ എന്ന് നോക്കാൻ. പിന്നെ ഇല്ലെങ്കിൽ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് മിസ്. അപ്പൊ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോ ഇങ്ങനെയാ ചെയ്തത്. ഇങ്ങനെ മോക്ക് മരുന്ന് കൊടുക്കുമ്പോ തരിപ്പ് കയറിയപ്പം അങ്ങ് ശ്വാസം കിട്ടാതെ നീല കളർ അങ്ങ് ആയിപ്പോയി, ഒരു കല്ല് പോലെ, ഒട്ടും പറ്റാതെ. നമ്മളെ ഇതിന്റെ അടുത്തുള്ള താഴത്ത് വന്നിട്ട് കാലിങ്ങനെ പൊക്കിയിട്ട് തല തൂക്കിയിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോ ഡോക്ടർ എന്താ വെച്ചാൽ ഇങ്ങനെ ചെരിച്ച് നമ്മളെ ഇങ്ങനെ മലർത്തി ഇങ്ങനെ കമത്തി കിടത്തിയിട്ട് പുറത്ത് ഇങ്ങനെ തട്ടി ഇങ്ങനെ നമ്മൾ തട്ടിക്കളയില്ലേ, അതുപോലെ ഇങ്ങനെ തട്ടി കൊടുത്തു. അങ്ങനെയാ ശരിയായത്. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ശ്വാസം കിട്ടാതാവണമെങ്കിൽ നമ്മളെ കാലിന്റെ അടിയിൽ ഇങ്ങനെ ഞൊട്ടാൻ, പിന്നെ ബാക്ക് ഇങ്ങനെ കെടുത്തിട്ട് നമ്മളെ കൈ വെച്ച് ഇങ്ങനെ നമ്മളെ കൈയിന് ഉള്ളം ഭാഗം വെച്ചിട്ട് ഇങ്ങനെ തട്ടി വിടാൻ, അങ്ങനെ വിടാൻ. അങ്ങനെ തട്ടി മേലത്തോട്ട് ഇങ്ങനെ കളയുന്ന രീതിയിൽ. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ആ എയർ പുറത്തോട്ട് പോകുന്നത്. നന്നായിട്ട് എടുത്തോട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? CPR ആണല്ലേ. ആരൊക്കെയാണ് എടുക്കുന്നത്? ജോസ്മി, ആയിഷ ഉണ്ടോ? ഓക്കെ, കീർത്തന പ്രസന്റ് ചെയ്തോട്ടോ, അത് പിൻ ചെയ്യാം. പ്രസന്റേഷൻ ചെയ്യുവാണ് മിസ്. പ്രസന്റേഷൻ ഉണ്ടോ മുന്നില്? അത് ഞാൻ മാറ്റാം കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്തോട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കാണാട്ടോ. എനിക്ക് കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് CPR. CPRന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ എന്നുള്ളതാണ് CPRന്റെ ഫുൾ ഫോം. അതായത് കാർഡിയോ മീൻസ് ഈ ഒരു CPR എന്നുള്ള വേർഡിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ കാർഡിയോ അതായത് ഹേർട്ട്, പൾമണറി ലങ്സ്, റെസിസിറ്റേഷൻ എന്ന് വെച്ചാൽ റിവൈവ് അതായത് ബ്രിങ് ബാക്ക് ടു ലൈഫ്, അതായത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ഒരു വേർഡിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. CPR stands for cardiopulmonary resuscitation. In medical terms, it is an emergency procedure performed when a person's breathing or heartbeat has stopped. അതായത് ഒരു പേഴ്സന്റെ ബ്രീത്തിങ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ആകുമ്പോൾ കൊടുക്കുന്ന ഒരു ലൈഫ് സേവിങ് പ്രൊസീജിയർ ആണ് CPR എന്ന് പറയുന്നത്. അതായത് ഒരാള് കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ അതായത് വെള്ളത്തിൽ മുങ്ങുക, ഇലക്ട്രിക് ഷോക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പേഴ്സൺ അൺകോൺഷ്യസ് ആവുന്നുണ്ടെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ലൈഫ് സേവിങ് പ്രൊസീജിയർ ആണ് CPR എന്ന് പറയുന്നത്. It helps to
it helps keep blood and oxygen flowing to the brain and organs until professional medical helps arrive. അതായത് ഈ CPR കൊടുക്കുന്നത് വഴി ബ്രെയിനിലേക്കും അതുപോലെ മറ്റ് ഓർഗൻസിലേക്കുമുള്ള ഓക്സിജൻ ഫ്ലോയും അതുപോലെ ബ്ലഡ് ഫ്ലോയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതായത് CPR സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് CPR ബൈ പുഷിംഗ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഓൺ ദ ചെസ്റ്റ്. അതായത് ചെസ്റ്റിൽ, അതായത് അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഴ്സന്റെ ചെസ്റ്റിൽ ഹാർഡ്, അതായത് ശക്തിയിൽ ഫാസ്റ്റ് ആയിട്ട് പുഷ് ചെയ്യുന്ന ഒരു രീതിയാണ് എന്ത് CPR എന്ന് പറയുന്നത്. അതായത് ദ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ യൂസസ് ദ 3 letters CAB. അതായത് CPR പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റെപ്സ് ആണ് ഈ CAB എന്ന് പറയുന്നത്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ യൂസ് ചെയ്തിട്ടുള്ള 3 വേർഡ്സ് ആണ് CAB. അതായത് C മീൻസ് കംപ്രഷൻ, A മീൻസ് എയർവേ, B മീൻസ് ബ്രീത്തിങ്. ഇതാണ് 3 സ്റ്റെപ്പ്. CPR കൊടുക്കുന്നതിന്റെ 3 സ്റ്റെപ്പാണ് CAB, കംപ്രഷൻ, എയർവേ, ബ്രീത്തിങ്. അതിൽ ആദ്യത്തത് കംപ്രഷൻ. കംപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ അതായത് അൺകോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുടെ ബ്ലഡ് ഫ്ലോ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കംപ്രഷൻ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. കംപ്രഷൻ മീൻസ് യു യൂസ് യുവർ ഹാൻഡ്സ് ടു പുഷ് ഡൗൺ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഇൻ എ സ്പെസിഫിക് വേ ഓൺ ദ പേഴ്സൺസ് ചെസ്റ്റ്. ഓൾറെഡി പറഞ്ഞു, അതായത് അൺകോൺഷ്യസ് ആയിട്ടുള്ള ആളുടെ ചെസ്റ്റിൽ ഹാർഡായിട്ടും ഹാർഡായിട്ടും ഫാസ്റ്റ് ആയിട്ടും പുഷ് ചെയ്യുന്ന മെത്തേഡാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. കംപ്രഷൻ പെർഫോം ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുട്ട് ദ പേഴ്സൺ ഓൺ ദെയർ ബാക്ക് ഓൺ എ ഫേം സർഫേസ്. അതായത് ഒരു പ്രതലമായിട്ടുള്ള ഒരു സ്ഥലത്ത് അൺകോൺഷ്യസ് ആയിട്ടുള്ള ആളെ, അതായത് രോഗീനെ കിടത്തുക. പ്ലേസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. പ്ലേസ് ദ ലോവർ പാം ഓഫ് യുവർ ഹാൻഡ് ഓവർ ദ സെന്റർ ഓഫ് ദി പേഴ്സൺസ് ചെസ്റ്റ്. അതായത് നിങ്ങളുടെ ഒരു കൈ, നമ്മുടെ CPR ആരാണോ കൊടുക്കുന്നത് അവരുടെ ഒരു കൈ രോഗിയുടെ ചെസ്റ്റിൽ വെക്കുക, അതായത് നിപ്പിളിന്റെ ബിറ്റ്വീൻ ആയിട്ട് ചെസ്റ്റിൽ വെക്കുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മറ്റേ കൈ, നമ്മൾ രണ്ടാമത്തെ കൈ എടുത്ത് ആ ഫസ്റ്റ് ഹാൻഡിന്റെ മുകളിൽ വെക്കുക. നമ്മൾ ആദ്യം വെച്ച ഹാൻഡിന്റെ മുകളിൽ വെക്കുക. ദെൻ അതിനുശേഷം നമ്മുടെ മൊത്തം ബോഡി വെയിറ്റ്, ജസ്റ്റ് കൈ മാത്രമല്ല നമ്മുടെ മൊത്തം ബോഡി വെയിറ്റ് യൂസ് ചെയ്ത്, ഫോർത്ത് സ്റ്റെപ്പാണ് പറയുന്നത്, നമ്മുടെ മൊത്തം ബോഡി വെയിറ്റ് യൂസ് ചെയ്ത് ഒരു 2 inches, അതായത് 5 centimeters പുഷ് ചെയ്യാം. നമ്മുടെ മൊത്തം ബോഡി വെയിറ്റ് യൂസ് ചെയ്തിട്ട് കംപ്രസ് ചെയ്യുക, അതായത് പുഷ് ചെയ്യുക. ഒരു 5 centimeters താഴുന്നത് വരെ എന്ത് ചെയ്യുക, പുഷ് ചെയ്യാം. അതായത് ഒരു മിനിറ്റിൽ 100 to 120 ടൈംസ് വേണം പുഷ് ചെയ്യാൻ വേണ്ടി. ഇത്രയാണ് CPR കൊടുക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. CPR കൊടുക്കുന്നതല്ല, കംപ്രഷൻ. അതായത് 3 സ്റ്റെപ്പ് പറഞ്ഞു: കംപ്രഷൻ, എയർവേ ആൻഡ് ബ്രീത്തിങ്. അതിൽ കംപ്രഷന്റെ സ്റ്റെപ്പാണ് ഈ 6. ഇതാണ് ഫിഗർ. ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ വേണ്ടി, കംപ്രഷൻ കൊടുക്കാൻ വേണ്ടി. കൈ വെച്ചേക്കുന്ന രീതി നോക്കുക. ചെസ്റ്റിന്റെ ബിറ്റ്വീൻ മിഡിൽ പോർഷനായി ഒരു ഹാൻഡിന്റെ മുകളിൽ മറ്റേ പാം യൂസ് ചെയ്ത് കംപ്രസ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് എയർവേ എന്ന് പറയുന്നത്. അതായത് CABയിൽ രണ്ടാമത്തെ മെത്തേഡ് എയർവേ, ഓപ്പൺ ദ എയർവേ. അതായത് ഇഫ് യു ആർ ട്രെയിൻഡ് ഇൻ CPR ആൻഡ് യു ഹാവ് ഡൺ 30 ചെസ്റ്റ് കംപ്രഷൻസ്, അതായത് ഒരു ട്രെയിൻഡ് CPR കൊടുക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ 30 ചെസ്റ്റ് കംപ്രഷൻ കഴിഞ്ഞതിന് ശേഷം രോഗിയുടെ തല ബാക്കിലേക്കാക്കി ചിൻ പോർഷൻ, അതായത് താടി ഭാഗം കുറച്ച് പൊക്കി വെച്ച് വായി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണ് എയർവേ എന്ന് പറയുന്നത്. ഇത് നോക്കിയേ ഫിഗർ. അതായത് നമ്മുടെ ഒരു കൈ കൊണ്ട് രോഗിയുടെ തലഭാഗം പുറകിലേക്കാക്കുക, ദെൻ താടിയുടെ ഭാഗം മുകളിലേക്കായി വായ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയർവേ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തതാണ് ബ്രീത്തിങ്. അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. ഇപ്പൊ തൊട്ട് മുന്നേ സെമിനാർ എടുത്ത ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുന്നതെന്ന്. സെയിം റെസ്ക്യൂ ബ്രീത്തിങ് ക്യാൻ ബി മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് ഓർ മൗത്ത് ടു നോസ് ബ്രീത്തിങ്. ഒന്നുകിൽ മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് അല്ലെങ്കിൽ മൗത്ത് ടു നോസ് ബ്രീത്തിങ് കൊടുക്കുക. അതായത് രോഗിയുടെ
മൂക്ക് അടച്ചു പിടിച്ച് നമ്മുടെ വായ രോഗിയുടെ വായെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം, ഒരു സീല് പോലെ മേക്കിംഗ് സീൽ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് വേണം കൊടുക്കാൻ വേണ്ടി, ബ്രീത്തിങ് കൊടുക്കാൻ വേണ്ടി. പ്രിപ്പയർ ടു ഗിവ് 2 റെസ്ക്യൂ ബ്രീത്ത്, അതായത് 2 ബ്രീത്ത് ആണ് കൊടുക്കേണ്ടത്. ഗീവ് ദ ഫസ്റ്റ് റെസ്ക്യൂ ബ്രീത്ത്, ആദ്യം ഒരു ബ്രീത്ത് കൊടുക്കാം. അത് ഒരു 1 സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലായിരിക്കണം ഫസ്റ്റത്തെ ബ്രീത്ത് എന്ന് പറയുന്നത്. ദെൻ വാച്ച് ടു സീ ഇഫ് ദ ചെസ്റ്റ് റൈസസ്, അതിനുശേഷം രോഗിയെ വാച്ച് ചെയ്യുക, അതായത് നെഞ്ച് ഉയരുന്നുണ്ടോ, അതായത് ശ്വാസം കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിൽ, അതായത് രോഗിക്ക് ശ്വാസം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇഫ് ദ ചെസ്റ്റ് റൈസസ് ഗീവ് ദ സെക്കൻഡ് ബ്രീത്ത്, അതായത് രോഗിയുടെ ചെസ്റ്റ് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നെഞ്ച് ശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ബ്രീത്തും കൂടെ കൊടുക്കാം. ഇഫ് ദ ചെസ്റ്റ് ഡസിന്റ് റൈസ്, ചെസ്റ്റ് റൈസ് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് ആദ്യത്തെ ബ്രീത്തിൽ രോഗിക്ക് ശ്വാസം തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ എയർവേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നേരത്തെ, അതായത് തലയുടെ ഭാഗം മുകളിലേക്കാക്കി താടിയിലെ ഭാഗം പൊക്കി വെച്ച് വാ തുറന്നു കൊടുക്കുന്ന ആ ഒരു മെത്തേഡ് വീണ്ടും ഫോളോ ചെയ്യാം. അതിനുശേഷം രണ്ടാമത്തെ ബ്രീത്ത് കൊടുക്കാം. ആദ്യത്തെ ബ്രീത്തിൽ രോഗി ഓക്കെ ആവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ രോഗിക്ക് ശ്വാസം തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും എയർവേ ചെയ്യാം. അതിനുശേഷം സെക്കൻഡ് ബ്രീത്ത് കൊടുക്കുക. 30 ചെസ്റ്റ് കംപ്രഷൻസ് ഫോളോഡ് ബൈ 2 റെസ്ക്യൂ ബ്രീത്ത്സ് ഈസ് കൺസിഡേർഡ് 1 സൈക്കിൾ, അതായത് ഒരു സൈക്കിൾ ആയി കൺസിഡർ ചെയ്യുന്നത് 30 ചെസ്റ്റ് കംപ്രഷനും 2 റെസ്ക്യൂ ബ്രീത്തും ചെയ്യുന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ദെൻ കണ്ടിന്യൂ ചെസ്റ്റ് കംപ്രഷൻ, ഈ ഒരു ചെസ്റ്റ് കംപ്രഷൻ കണ്ടിന്യൂ ചെയ്യാം. ബ്ലഡ് ഫ്ലോ റീസ്റ്റോർ ചെയ്യുന്നത് വരെ ഈ ഒരു മെത്തേഡ് കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബ്രീത്തിങ് കൊടുക്കുന്ന രീതി. ദെൻ CPR ഇൻഫൻസ്, അതായത് CPR കൊടുക്കുന്നത് ഇത്രയും നേരം പറഞ്ഞത് അഡൾട്ടിന് CPR കൊടുക്കുന്ന മെത്തേഡ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇൻഫൻസ്, അതായത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് CPR കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി 3 സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട്. ചെക്ക്, കംപ്രഷൻ, ബ്രീത്ത്. ആദ്യം ജസ്റ്റ് ടാപ്പ് ദ ഫുട്ട് ആൻഡ് കോൾ ജെന്റ്ലി, അതായത് കാലിന്റെ അടിയിൽ തട്ടിക്കൊടുക്കുക, വിളിച്ചു നോക്കുക. അതിനുശേഷം നോർമൽ ബ്രീത്തിങ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. രണ്ടാമത്തത് അഡൾട്ടിനാണെങ്കിൽ നമ്മൾ നമ്മുടെ 2 കൈപ്പത്തിയും യൂസ് ചെയ്തിട്ടാണ് അഡൾട്ടിന് കംപ്രഷൻ കൊടുക്കുന്നത്. ഇവിടെ കുട്ടികൾക്കാകുമ്പോൾ യൂസ് 2 ഫിംഗേഴ്സ് ഇൻ ദ സെന്റർ ഓഫ് ദി ചെസ്റ്റ്, 2 ഫിംഗർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കംപ്രഷന് വേണ്ടിയിട്ട്. കംപ്രഷൻ ചെയ്യേണ്ട ഡെപ്ത് എന്ന് പറയുന്നത് അഡൾട്ടിന് 5 സെന്റിമീറ്റർ വരെ ആയിരുന്നു. ഇവിടെ ആണെങ്കിൽ ഇൻഫൻസിന് അല്ലെങ്കിൽ അണ്ടർ 1 ഇയർ ചൈൽഡ് ആണെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് അബൌട്ട് 4 സെന്റിമീറ്റർ വരെ മാത്രമേ ഡെപ്ത് ഉണ്ടാവാൻ പാടുള്ളൂ കംപ്രഷൻ ചെയ്യുന്നതിന്റെ. റേറ്റ് എന്ന് പറയുന്നത് 100 to 120 പെർ മിനിറ്റ്സിൽ 100 മുതൽ 120 വരെ റേറ്റിലായിരിക്കണം കംപ്രഷൻ കൊടുക്കേണ്ടത്. മൂന്നാമത്തെ സ്റ്റെപ്പ് ബ്രീത്തിങ് കൊടുക്കുക. മൂക്കും അതുപോലെ വായും ഒരുമിച്ച് കവർ ചെയ്ത് നമുക്ക് കൃത്രിമ ശ്വാസം കൊടുക്കാം. അത് എന്ന് പറയുന്നത് ഫോഴ്സ്ഫുള്ളി കൊടുക്കാൻ പാടില്ല. ഗിവ് ജെന്റിൽ പഫ്സ്, ചെറിയ പഫ്സ് ആയിട്ട് ചെറിയ ബ്രീത്തിങ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അഡൾട്ടിന് കൊടുക്കുന്നവർ കുറച്ച് ഫോഴ്സ്ഫുള്ളി കുട്ടികൾക്ക് ബ്രീത്തിങ് കൊടുക്കാൻ പാടില്ല. ഇത് ഫസ്റ്റ് ഫിഗർ തന്നിട്ടുള്ളത് അഡൾട്ടിന് കൊടുക്കുന്ന കംപ്രഷൻ മെത്തേഡാണ്. സെക്കൻഡ് ഫിഗറിൽ നോക്കിയ കുട്ടികൾക്ക് കൊടുക്കുന്ന കംപ്രഷൻ മെത്തേഡാണ്. അതായത് 2 ഫിംഗേഴ്സ് മാത്രം യൂസ് ചെയ്ത് കംപ്രസ് ചെയ്യുന്ന മെത്തേഡാണ്. പിന്നെ CPR ചിൽഡ്രൻ, അതായത് 1 ഇയർ ടു പ്യൂബർട്ടി, 1 വയസ്സ് മുതൽ പ്രായപൂർത്തിയാവുന്നത് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന CPR രീതിയിൽ ചെറിയ മാറ്റമുണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക്, രണ്ടാമത്തത് കംപ്രഷൻ, മൂന്നാമത്തെ ബ്രീത്ത്സ്. ചെക്ക് ചെയ്യുക, അതായത് ടാപ്പ് ആൻഡ് ഷൗട്ട്, ഒന്നുകിൽ തട്ടി വിളിച്ചു നോക്കുക, ശബ്ദം എടുത്ത് വിളിച്ചു നോക്കുക. അതിനുശേഷം ബ്രീത്തിങ് ചെക്ക് ചെയ്യുക. ഇവിടെ കംപ്രഷൻ ചെയ്യുന്നത് ഒന്നുകിൽ ഒറ്റ ഹാൻഡ് മാത്രം യൂസ് ചെയ്തിട്ടാണ് കംപ്രഷൻ ചെയ്യുന്നത്. ആവശ്യമാണെങ്കിൽ മാത്രമാണ് 2 കൈയും യൂസ് ചെയ്യേണ്ടത്. ഡെപ്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ വരെയാണ്. റേറ്റും കംപ്രഷൻ ചെയ്യേണ്ട റേറ്റും 100 to 120 മിനിറ്റ്സ് വരെയാണ്. ബ്രീത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കേണ്ടത്. കഴിഞ്ഞു മിസ്. അതായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ആരാണ്? ജോസ്.
CPR വേറെ ആരാ എടുക്കാനായിട്ടുള്ളത്? മിസ് ഞാൻ എടുക്കാം. ഓക്കെ, പ്രസന്റ് ചെയ്യണ്ട മോൻ? പ്രസന്റ് ചെയ്യാം. ഷെയർ ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് CPRനെ കുറിച്ചാണ്. കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ. Introduction. Cardiopulmonary resuscitation is a life-saving emergency procedure performed when a person's heart stops beating or breathing stops. A person's heart stops beating or breathing stops. It helps maintain blood circulation and oxygen supply to vital organs, especially the brain, until professional medical help arrives. CPR is an essential first aid skill that can significantly increase survival rates during cardiac emergency. കാർഡിയോപൾമിനറി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയം നിൽക്കുകയോ ശ്വാസോച്ഛ്വാസം നിലയ്ക്കുകയോ ചെയ്യുമ്പോൾ നടത്തുന്ന ഒരു ജീവൻ രക്ഷിക്കുന്ന ഒരു അടിയന്തര പ്രക്രിയയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് ഓക്സിജൻ നിലനിർത്താനും രക്തചംക്രമണം നിലനിർത്താനും സഹായിക്കുന്നു. പ്രത്യേകിച്ച് തലച്ചോറിലേക്കുള്ള പ്രധാന അവയവങ്ങളിലേക്ക് ഇത് വിതരണം ചെയ്യുന്നു. നമുക്ക് ഒരു വൈദ്യസഹായം പെട്ടെന്ന് നമുക്കൊരു വൈദ്യസഹായം ലഭിക്കാത്തതിനാൽ നമുക്ക് CPR അടിയന്തരമായിട്ട് കൊടുക്കാവുന്ന ഒന്നാണ്. ഇനി definition of CPR. CPR is an emergency medical technique that combines chest compressions and rescue breathing to preserve brain function and maintain blood flow in a person experiencing cardiac arrest. ഹൃദയസ്തംഭനം അനുഭവിക്കുന്ന വ്യക്തിയിൽ തലച്ചോറിന്റെ പ്രവർത്തനം നിലനിർത്തുന്നതിനും രക്തയോട്ടം നിലനിർത്തുന്നതിനും ശ്വാസനം സംയോജിപ്പിച്ച് നൽകുന്ന ഒരു അടിയന്തര പ്രക്രിയയാണ് ഈ CPR എന്ന് പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് CPR: ടു റീസ്റ്റോർ partial flow of oxygenated blood to the brain and heart, to prevent permanent brain damage, to increase the chance of survival until advanced medical care is available. തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കുമുള്ള ഓക്സിജൻ അടങ്ങിയ രക്തത്തിന്റെ ഭാഗികമായ ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നു. സ്ഥിരമായ മസ്തിഷ്കക്ഷതം തടയാൻ നൂതന ചികിത്സാ സഹായം ലഭിക്കുന്നവരെ അതിജീവന സാധ്യത വർദ്ധിപ്പിക്കുന്നു. Indications for CPR. CPR should be performed when a person is unresponsive, is not breathing, or only gasping, has no detectable pulse. പൾസ് ഇല്ലാത്ത ഒരവസ്ഥ, ആൾക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ CPR പെട്ടെന്ന് കൊടുക്കുന്നത്. ഇനി സ്റ്റെപ്സ് ഓഫ് CPR അഡൽട്ട്. CPRന്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് മുതിർന്നവരില് പ്രത്യേകിച്ച് ചെക്ക് റെസ്പോൺസീവ്സ് പ്രതികരണ ശേഷി പരിശോധിക്കണം ആദ്യം. ടാപ്പ് ആൻഡ് ഷുഡ് ടു സീ ഇഫ് ദ പേഴ്സൺ റെസ്പോൺസ്. Call for help, activate emergency medical service immediately. സഹായത്തിനായിട്ട് നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും വിളിക്കുക, അടിയന്തര ചികിത്സ സേവനങ്ങൾ സജ്ജമാക്കുക. ചെക്ക് ബ്രീത്തിങ് ആൻഡ് പൾസ്. ഡു നോട്ട് ടേക്ക് മോർ ദാൻ 10 seconds. Chest compressions. Place hands in the center of the chest. Compressions at a depth of about 5 to 6 centimeter. Rate of 100 to 120 compressions per minute. Rescue breaths. Give 2 breaths after every 30 compressions. Ensure the chest raises with each breath. Continue CPR until help arrives or the person starts breathing normally. CPR in children and infants. Compressions depth is less than adults. മുതിർന്നവരെക്കാട്ടും കുറവായിരിക്കും കുട്ടികൾക്ക് CPR നമ്മൾ കൊടുക്കുമ്പോൾ. യൂസ് 1 hand for children and 2 fingers for
ഇൻഫാൻസ് നമ്മൾ മുതിർന്നവരിൽ 2 കൈയും ഉപയോഗിച്ചിട്ടാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് നമുക്ക് 2 വിരൽ മാത്രം ഉപയോഗിച്ച് ചെയ്താൽ മതി. റേഷ്യോ റിമൈൻസ് 30:2 for single resource CPR. Importance of CPR: saves lives during cardiac arrest, reduce the risk of brain damage, empowers common people to act in emergencies, essential skill for healthcare workers and the general public. Precautions during CPR: ensure the scenes is safe, use proper hand placement and compressions depth, avoid excessive ventilation, stop CPR if the person revives or professional help takes over. Conclusion: CPR is a virtual emergency procedure that can mean the difference between life and death. Training in CPR should be encouraged among students and the general public to improve emergency response and survival rates. Early and effective CPR can save lives and reduce long-term complications. ഇതാണ് CPR-നെ കുറിച്ച് ഞാൻ എഴുതിയിരിക്കുന്നത്. താങ്ക് യു. ഞാൻ പുറത്താണ്, പക്ഷെ ഇത് എടുക്കാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് അറ്റൻഡ് ചെയ്തതാണ്. താങ്ക് യു മിസ്. വേറെ ആരില്ലല്ലോ നീ? വേറെ ആരെങ്കിലും ഉണ്ടോ പ്രസന്റ് ചെയ്യാൻ? എല്ലാവർക്കും എങ്ങനെ CPR ഏകദേശം മനസ്സിലായോ? CPR ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ കുറിച്ചിട്ട് നമ്മൾ മൂവ് ആകുന്ന ചാപ്റ്റർ യൂണിറ്റ് 8 ആണ്. ചൈൽഡ് വെൽഫെയർ എന്നാണ് ചാപ്റ്ററിന്റെ പേജ് നമ്പർ 31. ഓക്കെ, ചൈൽഡ് വെൽഫെയർ കേട്ടോ. നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ കുട്ടികൾ എന്ന് പറയുന്നത് രാജ്യത്തിനെ സംബന്ധിച്ച് ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു ഭാവി വാഗ്ദാനങ്ങളാണ്, അല്ലെ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസറ്റ്സ് ആണ് കുട്ടികൾ എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സേഫ് ആയിട്ടുള്ള ഒരു ബാല്യം ഓരോ കുട്ടിയുടെ അവകാശമാണ്. 18 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും നമ്മൾ കുട്ടികൾ എന്ന് പറയാറുണ്ട്, അല്ലെ? 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും നമ്മൾ കുട്ടികൾ ആ ഒരു കാറ്റഗറിയിലാണ് പറയാറ്. ഇനി കുട്ടികൾക്ക് കുറച്ച് അവകാശങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നോക്കാം. ടെസ്റ്റിലില്ല, കേട്ടിരുന്നാ മതി കേട്ടോ. സർവൈവൽ, അതിജീവിക്കാനുള്ള അവകാശം, സർവൈവ് ചെയ്യാനായിട്ടുള്ള അവകാശം. ഡെവലപ്മെന്റ്, ഉന്നമനത്തിനുള്ള അവകാശം. വിദ്യാഭ്യാസം, സുരക്ഷ, പരിചരണം, വിശ്രമം, വിനോദം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള അവകാശം. അതിജീവന അവകാശം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികൾക്കും ഇവിടെ പ്രധാനമായും ജീവിക്കാനുള്ള അവകാശമാണ്. ഒരുപാട് കുഞ്ഞുമക്കള് എന്താ പറയാ ജീവിക്കാനുള്ള ഈ ഒരു അവകാശം നിഷേധിക്കപ്പെടുന്നുണ്ട്. അപ്പോ ജീവിക്കാനുള്ള അവകാശം ഈ അതിജീവന അവകാശത്തിൽ വരും. പോഷകാഹാരത്തിനുള്ള അവകാശം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ലഭിക്കാനുള്ള അവകാശം, വളർച്ചയ്ക്ക് ആവശ്യമായ
ജീവിത സാഹചര്യങ്ങൾ ലഭിക്കാനുള്ള അവകാശം, ആരോഗ്യകരമായ ജീവിതം നയിക്കാനുള്ള അവകാശം. ഇത്രയും അവകാശങ്ങൾ കുട്ടികൾക്ക് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ ഗവൺമെന്റ് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങും വാക്സിൻസ് കാര്യങ്ങളും. അതേപോലെ അംഗനവാടി വഴിയൊക്കെ പോഷകാഹാരങ്ങള് കൊടുക്കുന്നുണ്ട് പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസിന് അല്ലെ. ഇതിനു വേണ്ടിയിട്ട് അത് കൊടുക്കുന്നത് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുമക്കള് ഭൂമിയിൽ ജനിക്കാൻ, നമ്മുടെ രാജ്യത്ത് ജനിക്കാൻ വേണ്ടിയിട്ടാണ്. അവരാണ് നമ്മുടെ രാജ്യത്തിന്റെ അമൂല്യമായ സമ്പത്ത് എന്ന് ആർക്കറിയാം? നമ്മുടെ ഗവൺമെന്റിന് അറിയാം. നെക്സ്റ്റ് അവകാശമാണ് ഡെവലപ്മെന്റ് റൈറ്റ്സ്. അതിൽ ഉന്നമനാവകാശം എന്ന് പറയും. വിദ്യാഭ്യാസം, സാമൂഹ്യ സുരക്ഷ, പരിചരണം, വിശ്രമം, വിനോദം, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാനുള്ള അവകാശം. ഇത്രയും കാര്യങ്ങളാണ് ഉന്നമനാവകാശങ്ങൾ വരുന്നത്. നെക്സ്റ്റ് ആണ് സംരക്ഷണ അവകാശം, പ്രൊട്ടക്ഷൻ റൈറ്റ്സ്. കുട്ടികൾക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ അറിയില്ല അല്ലെ. ഹാർംഫുൾ ആയിട്ടുള്ള തിങ്സിൽ നിന്നൊക്കെ കുട്ടികളെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ അറിയോ? ഇല്ല. സോ സംരക്ഷണ അവകാശമാണ് ഇതിൽ വരുന്നത്. ഈ അവകാശത്തിന്റെ പരിധിയിൽ പ്രധാനമായും ചൂഷണം, ദുരുപയോഗം, അവഗണന, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, ഇതിൽ നിന്നൊക്കെയുള്ള പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. നെക്സ്റ്റ് പങ്കാളിത്ത അവകാശമാണ്, പാർട്ടിസിപ്പേഷൻ റൈറ്റ്സ്. കുട്ടികളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. അവർക്ക് ആവശ്യമുള്ള അറിവ് ലഭിക്കാനുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ വേണ്ട രീതിയിൽ പരിഗണിക്കണം. അവരെ കുറിച്ച് റീഡ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത്, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാനായിട്ട് പാരന്റ്സ് ശ്രമിക്കും. ഇത്രയുമാണ് കുട്ടികളുടെ അവകാശങ്ങൾ. നമ്മളുടെ കുട്ടികൾക്ക് ഈ അവകാശങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ ഈ അവകാശങ്ങൾ ലഭിക്കാത്ത ഒരുപാട് കുഞ്ഞുമക്കളില്ലേ? ഉണ്ടട്ടാ. ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരുപാട് മക്കളുണ്ട്. പ്രൊട്ടക്ഷൻ, പാരന്റ്സ് ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് കുഞ്ഞുമക്കൾ അനാഥാലയങ്ങളിലുണ്ട്. ഉന്നമന വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട്. പണ്ട് സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരന്റ്സിന്റെ ജനറേഷനിൽ പെൺകുട്ടികളെ പഠിപ്പിക്കില്ലായിരുന്നു. പെൺകുട്ടികളാരും വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യില്ല. 10th വരെയും വിടുള്ളൂ. അതിൽ കൂടുതലായി പാസ്സായാലും പിന്നീട് പഠിപ്പിക്കില്ല. അങ്ങനെ നോക്കാം. ചൈൽഡ് വെൽഫെയർ ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ് 8, ചാപ്റ്ററിന്റെ പേര് ചൈൽഡ് വെൽഫെയർ എന്നാണ്. പുതിയ ചാപ്റ്ററിൽ എടുക്കേണ്ടത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ആർക്കും? ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആക്കിയിട്ടല്ലേ നമ്മള്? ഞാൻ വിചാരിച്ചു പുതിയ ചാപ്റ്റർ അല്ലേ, എനിക്ക് ഡൗട്ട് ആയിട്ടാണോ? അതിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടില്ലേ ഫസ്റ്റ് ഇയറിന്റെ? കിട്ടിയോ? ഓക്കെ. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? 17. ഓക്കെ. അപ്പൊ ചൈൽഡ് വെൽഫെയർ ആണ്. ചൈൽഡ് വെൽഫെയർ ഈസ് എ കൺസെപ്റ്റ് which goes beyond providing just education or literacy. നമ്മൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസി മാത്രമല്ല ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസവും അറിവും കൊടുക്കുക എന്നതല്ല ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നത്. അതിൽ കൂടുതൽ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ആസ് ചിൽഡ്രൻസ് ആർ ദ അസറ്റ്സ് ഓഫ് ദ നേഷൻ. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികള് എന്താണ്? അസറ്റാണ്, നമ്മുടെ സമ്പത്താണ്. They should be properly cared for. നമ്മൾ അവരെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? കെയർ ചെയ്യണം. ആൻഡ് brought up for the benefits of the bright future of the nation. നമ്മുടെ രാജ്യത്തിന്റെ ബ്രൈറ്റ് ഫ്യൂച്ചറിന്, നല്ലതിന് വേണ്ടിയിട്ട്, നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. സോ we have to arrange special and regular medical checkups. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആൻഡ് മെഡിക്കൽ ചെക്കപ്പുകൾ അറേഞ്ച് ചെയ്യണം ഫോർ ദ ചിൽഡ്രൻസ്. നമ്മൾ സ്കൂളുകളിൽ മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറില്ലേ? ഐ റിലേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പുകള്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാമ്പ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാറുണ്ട്. പ്രൊവൈഡ് ദം വിത്ത് എ ബാലൻസ്ഡ് ആൻഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആൻഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യണം. പോഷകാഹാരങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലഞ്ച്
നമ്മൾ കൊടുക്കുന്നുണ്ട് സ്കൂളുകൾ വഴി. നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലഞ്ച് കൊടുക്കുന്നുണ്ട്. അംഗനവാടിയിലൊക്കെ നോക്കുകയാണെങ്കിൽ പണ്ട് നമ്മള് ചോറും അങ്ങനെയായിരുന്നു. ഇപ്പൊ ബിരിയാണി കാര്യങ്ങളാണ്, ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾസും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടാവുന്ന രീതിയിൽ കുക്കൊക്കെ ചെയ്താണ് കൊടുക്കുന്നത്. പ്രൊട്ടക്ട് ദം ഫ്രം ഹാർംഫുൾ ഇൻഫ്ലുവൻസസ് ഇൻ ദ എൻവയോൺമെന്റ്. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ഹാർംഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മുടെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യണം. അതേപോലെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കണ്ണുകൊണ്ട് കാണാത്ത ഒരുപാട് എന്തുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്. അതിൽ നിന്നെല്ലാം അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആൻഡ് ടേക്ക് കെയർ ഓഫ് ദർ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ ആൻഡ് ക്രിയേറ്റീവ് ഡെവലപ്മെന്റ്. കുട്ടികളുടെ നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ ടേക്ക് കെയർ ചെയ്യണം. അതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അമൂല്യമായിട്ടുള്ള നിധികളാണ്. അവരെ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യുക, അവർക്ക് വേണ്ട പ്രോപ്പർ കെയർ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് അവർ നല്ല രീതിയിൽ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ വാർത്തെടുക്കുകയാണ് വേണ്ടത്. സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ റെഗുലർ മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. വാക്സിനേഷൻസ് കറക്റ്റ് ആയിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പോഷകാഹാരങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. നമുക്കറിയാലേ, ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പേ അമ്മയ്ക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കും. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അമ്മയ്ക്ക് വേണ്ടിയിട്ടാണോ? അല്ല, നല്ല ആരോഗ്യമുള്ള കുഞ്ഞു മക്കളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ അത് കഴിഞ്ഞ് ഒരു 6 months വരെ കുട്ടികളെ ബ്രസ്റ്റ് മിൽക്ക് മാത്രമായിരിക്കും കഴിക്കുന്നത്. അതിന് 6 to 3 years വരെ അംഗനവാടി വഴി വീണ്ടും പോഷകാഹാരങ്ങൾ കൊടുക്കാറുണ്ട്. സംതിങ് അമൃതം പൊടി പോലുള്ള കാര്യങ്ങൾ, പോഷകാഹാരങ്ങളുടെ പാക്കറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. 3 years മുതൽ കുട്ടികളെ നഴ്സറിയിൽ വിടണം. അപ്പൊ മുതൽ അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളും അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. ലഞ്ച്, പിന്നെന്താണ് സ്നാക്സ് പോലുള്ള കാര്യങ്ങള്, പിന്നെന്താണ് മിൽക്ക്, എഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇല്ലേ? അപ്പോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ് ലഞ്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളുടെ കാര്യമല്ല, സാധാരണ എയ്ഡഡ് ആൻഡ് ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രോപ്പർ ആയിട്ടുള്ള ലഞ്ചും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അറേഞ്ച്മെന്റ്സ്, ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഗവൺമെന്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. കണ്ടിന്യൂഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പാരന്റ്സ്, ഹോം ഒക്കെ വരുന്നത് നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോ ഈ സെമിനാർ എടുത്ത എല്ലാവരും നല്ല രീതിയിൽ അത് നന്നായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ സെമിനാർ എടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിരുന്നു. നിങ്ങൾ ഓരോരുത്തർ പ്രസന്റ് ചെയ്തെടുത്ത രീതി കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോ താങ്ക് യു ഓൾ. സൈനോട്ട് പറയുന്നുണ്ടോ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അത് പറഞ്ഞോട്ടോ. മാം സാൻഡ് പേപ്പർ ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിലെ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ചെയ്യാനായിട്ട്? സോ അതില് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ബ്ലൂ യൂസ് ചെയ്ത് ചെയ്യണം, അതേപോലെ സ്മോൾ ലെറ്റേഴ്സ് റെഡ് യൂസ് ചെയ്ത് ചെയ്യണം എന്നൊരു ഓപ്ഷൻ മാം പറഞ്ഞിരുന്നല്ലോ. സോ അത് ആ സാൻഡ് പേപ്പർ ബ്ലൂ വേണം എന്നാണോ, അതോ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ബാക്ക്ഗ്രൗണ്ട് ചാർട്ട് ബ്ലൂ വേണം എന്നാണോ? ചാർട്ടാണ് ബ്ലൂ വേണ്ടത് അല്ലേ? അത് അവൈലബിൾ ആയിട്ടുള്ള ചാർട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കളർ തീർന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ മാം, താങ്ക് യു.
മിസ് ഒരു കളർ അങ്ങനത്തെ സെയിം കളർ വേണമെന്നുണ്ടോ മിസ്സേ? എന്താണ്? സെയിം ആ കളർ തന്നെ വേണമെന്നുണ്ടോ? എനിക്ക് കിട്ടിയില്ല അങ്ങനത്തെ കളർ. അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആണ്. ഇത് കുഴപ്പമൊന്നുമില്ല, വൈറ്റ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, മിസ് പലതരം കളറുള്ള ഷർട്ടിലായാലും കുഴപ്പമില്ലല്ലോ. ഇല്ല ഐശ്വര്യ ചെയ്തിട്ടുണ്ടല്ലോ. മിസ് ഇത് മതിയാ? ആ മതി. ഓക്കെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചെയ്യാത്തവരോട് ഞാൻ ആ കളർ തീം ഒന്ന് പറഞ്ഞോന്നുള്ളൂ ജസ്റ്റ്. എന്നത്തേക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണേ? നെക്സ്റ്റ് വീക്ക് അല്ലേ? അതെ, നെക്സ്റ്റ് വീക്ക്. താങ്ക് യു മാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം പിന്നെ മലയാളാക്ഷരം മറ്റേ ഇത് വെച്ച് ഒട്ടിക്കണ്ടേ? സാൻഡ് പേപ്പർ വെച്ച്? മനസ്സിലായില്ലാടാ. അല്ല, മലയാളാക്ഷരം അങ്ങനെ ചെയ്യണ്ടേ? അങ്ങനെയില്ല, നമുക്ക് ഇംഗ്ലീഷ് മാത്രം നമ്മുടെ ആക്ടിവിറ്റിയിലുള്ളൂ. മലയാളം പക്ഷെ ഇന്ന് മോണ്ടിസോറി സ്കൂളുകളിൽ മലയാളം യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സാൻഡ് പേപ്പർ കട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. അത് മോന് കുഞ്ഞുമക്കൾ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ മോനെ സ്വയം ചെയ്യാം. നമ്മുടെ ആക്ടിവിറ്റീസിന്റെ ലിസ്റ്റില് മലയാളം വരില്ല. നല്ല പാഠം മലയാളം കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞാൽ. നമുക്ക് ഇംഗ്ലീഷ് നിങ്ങൾ സ്മോൾ ലെറ്റർ ചെയ്യുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവും. അത് കട്ട് ചെയ്തെടുക്കാൻ ശരിക്കും വരാൻ പാടാണ്. സോ നമ്മളത് പറയുന്നില്ല, മലയാളം ഒന്നും പറയുന്നില്ല കേട്ടോ. ചെയ്തു എന്തെങ്കിലും പറയാനുണ്ടാടാ? മാം അപ്പൊ 0 to 9 വരെയുള്ള ചെയ്യാം? മനസ്സിലായില്ല അച്ചു. 0 to 9 വരെയുള്ള ചെയ്യണ്ടേ? ആ, അത് ചെയ്യണം. പിന്നെ കളറുകൾ ഗ്രീന് അങ്ങനെ പല ഷേപ്പിൽ? ഇല്ല കുഴപ്പമില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ചാർട്ട് യൂസ് ചെയ്ത് ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ, ഓക്കെ, താങ്ക് യു. ചെയ്തു എന്തെങ്കിലും പറയാനുണ്ടാടാ? അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ്, അവൈലബിൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്തോ. നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു തീം യൂസ് ചെയ്യണമെന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കംഫർട്ടബിൾ, നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീക്കിന് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, പിന്നെ ഏതാണ് നമ്പേഴ്സും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്, നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത്രയും ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മിസ്.